രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന UPI സേവനങ്ങളിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കേന്ദ്ര സർക്കാർ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ MTR ഈടാക്കാൻ അനുമതി നൽകിയേക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബില്ലിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്. ഉപഭോക്താക്കളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാത്ത രീതിയിലുള്ള നികുതി നിർദ്ദേശമാണ് കേന്ദ്ര ധനമന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാപാരികളിൽ നിന്ന് 0.25% മുതൽ 0.4% വരെ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പണമിടപാടുകൾക്ക് ബാങ്കോ പേയ്മെന്റ് സേവനദാതാവോ വ്യാപാരികളിൽ നിന്നും ഈടാക്കുന്നതാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. അധിക തുക ചാർജ് ചെയ്യുന്ന ഇടപാടുകളുടെ പരിധി 2000 രൂപയ്ക്ക് മുകളിലായതിനാൽ സാധാരണക്കാരുടെ ദൈനംദിന ഇടപാടുകളെ ഇത് ബാധിക്കില്ല. UPI വഴിയുള്ള മൊത്തം ഇടപാടുകളിൽ 95% 2000-ൽ താഴെയാണെന്നും ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിന്റെ ഭേദഗതിയിലാണ് പുതിയ നിർദ്ദേശം ധനമന്ത്രാലയം മുന്നോട്ട് വെച്ചത്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വിപുലപ്പെടുത്താനും സൈബർ സുരക്ഷ ശക്തമാക്കാനും വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മികച്ച രീതിയിൽ ഓൺലൈൻ പണമിടപാടുകൾ ശക്തിപ്പെടുത്താനും ഇത് വഴിയൊരുക്കും. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിനെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് നീക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഏതൊക്കെ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കണമെന്ന് സർക്കാരിന് വേഗത്തിൽ തീരുമാനമെടുക്കാൻ ഇതിലൂടെ കഴിയും. UPI പണമിടപാടുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് MDR ചുമത്തണമെന്നാണ് പേയ്മെന്റ് കമ്പനികളും ബാങ്കുകളും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതുകൂടി പരിഗണിച്ചാണ് ധനമന്ത്രാലയത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് ജനം. നിരപരാധികളായ പൗരന്മാരെ ഭയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ കവരുന്ന ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പരമോന്നത നീതിപീഠത്തിന്റെ ശക്തമായ ഇടപെടൽ. വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തടയുന്നതിനും തട്ടിപ്പുകാർക്ക് പിന്തുണ നൽകുന്ന ബാങ്കിംഗ് പിഴവുകൾ അടയ്ക്കുന്നതിനുമായി 4 ആഴ്ചയ്ക്കുള്ളിൽ ഏകീകൃത മാനദണ്ഡം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം കാട്ടുതീ പോലെ പടരുന്ന സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും വ്യാജ ബാങ്ക് അക്കൗണ്ട് മാഫിയകൾക്കുമെതിരെ സുപ്രീം കോടതി സിംഹഗർജനം നടത്തി. വ്യാജരേഖകൾ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതും